إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا عليك توكلنا وإليك أنبنا وإليك المصير ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നാം ജീവിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഒരു മാസത്തിൻ്റെ പവിത്രമായ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ ഉംറയും ഹജ്ജും ബലിയുമൊക്കെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കയും കഅബയും സഫയും മർവയും സംസമുമൊക്കെ വലിയ ചരിത്രത്തിൻ്റെ ഓർമ്മകളും വലിയ പാഠങ്ങളും ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന സമൂഹത്തിന് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകത്തെ 3 പ്രമുഖ മതങ്ങളൊക്കെ, ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ജൂതമതവുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രവാചകന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഈ 3 പ്രധാനപ്പെട്ട മതങ്ങളുടെയൊക്കെ ചരിത്രമായി ഞങ്ങളുടെ പ്രവാചകനാണ് എന്നും ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പുരുഷനാണ് എന്നുമൊക്കെ വാദിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മതങ്ങൾക്കിടയിലാണ് ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തെ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി അവതരിപ്പിക്കുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രതയും മഹത്വവും പ്രത്യേകതയും നമുക്കറിയാം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കളാണ് ഖൈറുൽ ബരിയ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ താങ്കളാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ദാക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പഠിപ്പിക്കുന്നത് ഖലീലായ അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ, ഒരുപാട് അഗ്നിപരീക്ഷണങ്ങളെ വിശ്വാസദാർഢ്യം കൊണ്ട് മറികടന്ന, അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ച, ഒരുപാട് പ്രതിസന്ധികളെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലുമൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു മഹാനായ പ്രവാചകന്റെ അനുഭവങ്ങളിലൂടെ
ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ചരിത്രം കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ മുഅ്മിനുകൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എല്ലാ നിലക്കും നമുക്ക് മാതൃക കാണിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 25 അധ്യായങ്ങളിൽ 250-ലധികം ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവും ചരിത്രവുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉസ്വത്തുൻ ഹസന, അവരുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹം വിശാലമായ മനസ്സിനുടമയായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല വിവേകശാലിയായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഹലീമായിരുന്നു അദ്ദേഹം. നല്ല വിവേകത്തോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ഒക്കെ സാധ്യമായ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ തന്നെ എല്ലാം സഹിക്കാനും എല്ലാത്തിനും പരിഹാരം കണ്ടെത്താനും അതുപോലെ അള്ളാഹുവിനോട് വിധേയമായ വിനയപ്പെട്ട ഒരു മനസ്സിനും ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. ഇതിലൊക്കെ ചേർത്തിട്ടാണ് ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട്, പാഠമുണ്ട് എന്ന്. നമ്മുടെ മനസ്സിന്റെ വിശാലത എത്രമാത്രമുണ്ട് എന്ന് നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെ കട്ടിൽ, എൻ്റെ മേശ, എൻ്റെ പേന എല്ലാം എൻ്റെതാണ്. എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ പറമ്പ്, എൻ്റെ അതിര് എല്ലാം എൻ്റേതായി നമ്മൾ ചുരുട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശാലമായ മനസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എത്രമാത്രം നമ്മുടെ മനസ്സിന്റെ കുടുസതയെ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച സാഹചര്യം ഒന്നും ഇബ്രാഹിം നബിക്ക് അനുകൂലമായിരുന്നില്ല. പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ എല്ലാ ഘട്ടത്തിലും മനസ്സ് അചഞ്ചലമായി ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. വിശാലമാക്കുക, മനസ്സ് വിശാലമാക്കുക. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സ് കുടുസായി പോകും. ചിലപ്പോൾ ഒന്ന് വിട്ടുകൊടുത്താൽ മതിയാവും. ചില കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ നമ്മൾ മുറുക്കി പിടിച്ചിരിക്കും, ആർക്കും കാണിച്ചു കൊടുക്കൂല. തുറന്നു പിടിക്കാൻ തന്നെ ശ്രമിച്ചാലും എത്ര കുട്ടികൾക്ക് മുമ്പിലൊക്കെ നമ്മൾ ഉള്ളം കയ്യിൽ ചിലതൊക്കെ ഒളിപ്പിച്ചു വെച്ചൊന്ന് തുറക്കാൻ പറയും. നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരിക്കും, പിടിച്ച് ടൈറ്റാക്കിയിരിക്കും. ഓരോ വിരലിലും തുറന്നു കൊടുക്കുമ്പോഴും നമ്മളത് കൂടുതൽ മുറുക്കി പിടിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ അതാണ് തുറന്നു കൊടുത്താൽ നോക്കൂ, എത്ര വിശാലമാണ്, എത്ര ആശ്വാസമാണ്. എടുക്കുന്നവന് ആശ്വാസമാണ്, നമുക്ക് ആശ്വാസമാണ്. പുഞ്ചിരിയോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ആളുകൾക്ക് തുറവി കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണെങ്കിൽ, ഒരാൾ നിങ്ങളുടെ ഇടയിലേക്ക് കയറി വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ തവസ്സഉ, നിങ്ങൾ അവിടെ വിശാലത ഉണ്ടാക്കി കൊടുക്കണം. ആളുകൾ ടൈറ്റായിരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരാൾ കയറി വരുന്നത് കണ്ടാൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ശ്വാസം പിടിച്ച് ഇവിടെ ഗ്യാപ്പ് ഇല്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇരിക്കും. ബസ്സിൽ കയറിയാൽ വരെ നമ്മൾ ഒരാൾ കയറുന്നുണ്ടെങ്കിൽ, പ്രായമുള്ള ഒരാളാണ് കയറണമെങ്കിൽ നമ്മൾ ഉറക്കം അഭിനയിക്കും, അല്ലെങ്കിൽ വളരെ ക്ഷീണിതനായി നമ്മൾ ഇരിക്കും. നമ്മുടെ മനസ്സ് കുടുസായി പോവുകയാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സ് വിശാലമാക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും. പോരായ്മകൾ നമുക്കൊക്കെ വന്നു പോകും. ചില പ്രയാസങ്ങളുടെ സന്ദർഭത്തിലായിരിക്കും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വരിക, പറ്റിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. എന്നാലും എല്ലാ സമയത്തും നമ്മുടെ മനസ്സിന്റെ വിശാലതയെക്കുറിച്ച്, ഇതല്പം ഒന്ന് വിശാലമാക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ നമുക്കൊരു പരീക്ഷണമായി മാറാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ലഭിക്കുന്ന എല്ലാം അള്ളാഹുവിന്റെ നിഅമത്താണ്, റഹ്മത്താണ്, അനുഗ്രഹമാണ്. നമ്മുടെ ജീവിത വിഭവങ്ങളാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങളാവട്ടെ, സുഖങ്ങളാവട്ടെ, എല്ലാം അള്ളാഹുവിന്റെ റഹ്മത്താണ്. വെള്ളമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്താണ്. ഈ റഹ്മത്തുകളും നിഅമത്തുകളും ഒക്കെ നമുക്കൊരു മറുവശം പരിശോധിച്ചാൽ ഇതൊക്കെ അള്ളാഹിന്റെ പരീക്ഷണവും കൂടിയാണ്. നല്ല സുഖജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, പക്ഷെ അത് അള്ളാഹിന്റെ പരീക്ഷണമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് അനുഭവിക്കുന്ന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുന്ന ഓരോ സന്ദർഭങ്ങളും, സുഖവും സന്തോഷമൊക്കെ ആവട്ടെ, അതിലൊക്കെ അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ആ ഘട്ടങ്ങളെ ഒക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ നല്ല മനസ്സുകൊണ്ട്, നല്ല ജീവിതക്രമം കൊണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള മനസ്സുകൊണ്ട്, അള്ളാഹുവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എങ്ങനെ റബ്ബിന്റെ ഇഷ്ടം നേടാൻ പറ്റുമെന്നതാണ്. ഈ സമയം മനസ്സ് കൂടുതൽ വിശാലമാവേണ്ട സമയമാണ്. മനസ്സ് കൂടുതൽ വിശാലമാവേണ്ട സമയമാണ്. നമ്മുടെ ഒരു കോലായി, നമ്മുടെ ഒരു വീട്, നമ്മുടെ ഒരു റൂം, നമ്മുടെ കയ്യിലുള്ള പണം, നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ, നമ്മുടെ ഒരു പുതപ്പ് പോലും മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യപ്പെടാവുന്ന
ഘട്ടത്തിലൂടെയാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങൾ കടന്നു പോകുന്നത്. വലിയ പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. നമ്മുടെ മനസ്സ് കൂടുതൽ വിശാലമായാലേ അവർക്കൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മൾ പോലും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചിലപ്പോൾ വീട് വെള്ളത്തിലായിട്ടുണ്ടാവില്ല. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ നോക്കൂ, ചിലപ്പോൾ നമ്മുടെ അവസ്ഥകൾ പോലും മാറിപ്പോകും. അത്രമാത്രം വെള്ളത്തിന്റെ കെടുതികൾ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലമ്പൂരിലും വയനാടുമൊക്കെ വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല പള്ളികളിലും ഇന്ന് ജുമാ കൂടാൻ പറ്റിയിട്ടില്ല. പല പള്ളികളും വെള്ളത്തിനടിയിലാണ്. കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോലും വെള്ളം കാരണം ഇന്ന് ജുമാ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്തുമാറാവട്ടെ. വലിയ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിന്റെ വിശാലതയെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പാകപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്രമാത്രം ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം, ആ വിനയത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ മനസ്സിനെയൊക്കെ കൃത്യമായി പഠിപ്പിച്ചിരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ പ്രാർത്ഥിച്ചത്. തനിക്ക് വേണ്ടി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ നാട്ടുകാർക്ക് വേണ്ടി, തന്റെ രാജ്യക്കാർക്ക് വേണ്ടിയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ ജനജീവിതത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മക്ക രാജ്യത്ത് സുഭിക്ഷമായ ജീവിതത്തിന് വേണ്ടി, സുഖജീവിതത്തിന് വേണ്ടി, സൗഖ്യത്തോടു കൂടിയുള്ള ജീവിതത്തിന് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉസ്വത്തുൻ ഹസന, നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ മാതൃകയുണ്ട് എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വളരെ പ്രധാനമായി പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ അത് കാണാൻ പറ്റും. റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിനു. പടച്ചോനെ, എന്റെ മനസ്സിനുള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചതൊക്കെ, ഞാൻ എന്റെ ജീവിതത്തിൽ പരസ്യമായി ചെയ്തതൊക്കെ കൃത്യമായി അറിയുന്നവനാണ് റബ്ബേ നീ. അള്ളാഹിനെ കുറിച്ചാണ്. വേറെ ആർക്കും അങ്ങനെ അറിയാൻ കഴിയുക? വേറെ ആർക്കും അങ്ങനെ അറിയാൻ കഴിയില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുക എനിക്കും റബ്ബിനുമാണ്, എനിക്കും എന്റെ റബ്ബിനുമാണ്. എന്റെ കൂടെ ജീവിച്ചവർക്ക് പോലും എന്റെ മനസ്സിന്റെ ഉള്ളിലെ നിഗൂഢതകളെ കുറിച്ച് അറിയില്ല, എന്റെ കണക്കുകൂട്ടലുകളെ കുറിച്ച് അറിയില്ല, എന്റെ തന്ത്രങ്ങളെ കുറിച്ചോ കുതന്ത്രങ്ങളെ കുറിച്ചോ അറിയില്ല. എല്ലാം എനിക്കും എന്റെ റബ്ബിനും നന്നായി അറിയാം. ആ റബ്ബിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. റബ്ബന എന്നൊരു പ്രാർത്ഥിക്കാണ്. പടച്ചോനെ, നിന്നെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. ആ ബോധം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? തിന്മകളിൽ നമ്മൾ മാറി നിൽക്കും. അള്ളാഹ് അതൊക്കെ കാണുന്നുണ്ട്, അള്ളാഹ് അതൊക്കെ അറിയുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ സ്വകാര്യതകളിൽ പോലും അള്ളാഹിനെ സൂക്ഷിക്കുമെന്നതാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅലിൻ, പരസ്യമായതും രഹസ്യമായതും ഒക്കെ അറിയുന്നവനാണ് നീ. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ. നമ്മുടെ മനസ്സ് മാത്രമല്ലല്ലോ, ഈ ആകാശങ്ങളിൽ, ഈ ഭൂമിയിൽ എവിടെ എന്തൊക്കെ നിഗൂഢമാണോ നമുക്കറിയാത്തതുണ്ടോ, എല്ലാം അള്ളാഹുവിനെ അറിയുന്നവനാണ്. അങ്ങനെയുള്ള റബ്ബിനെ വിളിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണത്. ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കണത്? നമ്മളും ഈ റബ്ബിനോടാണ് പ്രാർത്ഥിക്കണത്. പക്ഷേ ഈ ഒരു പേടിയോടുകൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കുക. നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉത്തരം കിട്ടാത്തത് എന്തേ എന്ന് സങ്കടപ്പെടുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, ഈ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടിയാണോ നമ്മൾ നമ്മുടെ റബ്ബിനെ വിശ്വസിച്ചത്, റബ്ബിനെ ആരാധിക്കുന്നത്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ജീവിതം സംശുദ്ധമാക്കിയെടുക്കാൻ ഈ വിശ്വാസം കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ആമന്നാ ബില്ലാഹി വറസൂലിഹി, റബ്ബിലും റസൂലിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിശ്വാസം, റബ്ബേ, ഏത് രഹസ്യമായ സന്ദർഭത്തിലും എന്റെ മനസ്സ്, എന്റെ ജീവിതം, എന്റെ സ്വകാര്യതകൾ നീ കാണുന്നുണ്ട് റബ്ബേ. ആ റബ്ബിനോടുള്ള ബോധം അതാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ, എന്റെ ജീവിതം ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു, രഹസ്യത്തിലും പരസ്യത്തിലും എന്റെ ജീവിതം പരിശുദ്ധമാണ് പടച്ചോനെ,
ഞാനിതാ എന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, പ്രയാസങ്ങളിലാണ്, വേദനകൾ അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്, കടബാധ്യത അനുഭവിക്കുന്നുണ്ട്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളിലാണ്, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. പഠിച്ചോനെ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ റബ്ബ് നോക്കണത് എന്നെ വിശ്വസിച്ചത് കൊണ്ട്, എന്നിലുള്ള വിശ്വാസം കൊണ്ട് അവന്റെ ജീവിതം സംശുദ്ധമായിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ജീവിതക്രമം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. റസൂൽ പറഞ്ഞല്ലോ, ചില ആളുകൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റബ്ബി 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 എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവന്റെ ഭക്ഷണം ഹറാമാണ്, അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹറാമാണ്, അവന്റെ കസ്ബ് സമ്പാദ്യം ഹറാമാണ്, അവനിട്ട വസ്ത്രം പോലും ഹറാമാണ്, എല്ലാം ഹറാമിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത്. അവന്റെ ജീവിതത്തിൽ ഹറാം സമ്പാദിക്കുന്നു, ഹറാമിൽ ഊട്ടപ്പെട്ട ജീവിതമാണ് അവൻ. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെ പടച്ചവന്റെ ഉത്തരം കിട്ടുക? അവൻ എങ്ങനെ ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉത്തരം കിട്ടേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരു ഹോജക്കും സാധിക്കൂല. ഒരു ഔലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യാജന്മാർ വിലസുന്ന നാടാണ് നമ്മുടെ നാട്. ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്, നിങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും ഇത്തരത്തിലുള്ള ആളുകളും കേന്ദ്രങ്ങളും ഉണ്ട് എന്നൊക്കെ വലിയ വലിയ കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. പക്ഷെ ആർക്കും ഈ സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയില്ല, അല്ലാത്ത സന്ദർഭത്തിലും കഴിയില്ല, ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും കഴിയില്ല. അല്ലെങ്കിലും ജനം പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ഇത്തരം ആളുകളുടെ വാർത്തകളൊന്നും പ്രചരിക്കാറില്ല. ഇത്തരം ആൾ ദൈവങ്ങളുടെ, ഇത്തരം വിശ്വാസ കേന്ദ്രങ്ങളുടെ ഒന്നും വാർത്തകളും കട്ടൗട്ടുകളും ഒന്നും പുറത്തു കാണാറില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായി മനസ്സ് ശുദ്ധമാക്കി നമ്മുടെ ജീവിതം ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. റബ്ബ് മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബന ഗഫിർലി, പടച്ചോനെ തെറ്റ് പറ്റി പോയിട്ടുണ്ടാകും. ആരാ പ്രാർത്ഥിക്കണേ? പുറത്തു തരാൻ ആരാ പ്രാർത്ഥിക്കണേ? ഖലീലുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ തിന്മയെ കുറിച്ചല്ല അദ്ദേഹം സംസാരിച്ചത്, തെറ്റിനെ കുറിച്ചല്ല അദ്ദേഹം പ്രബോധനം ചെയ്തത്. തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണയല്ല അദ്ദേഹത്തിന്റെ ജീവിതം. എല്ലാത്തിൽ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനാണ് അദ്ദേഹത്തിന്റെ പുരുഷായുസ് മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചത്. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കണം എന്താണ്? റബ്ബന ഗഫിർലി, പടച്ചോനെ ഉഫിർലി, എനിക്ക് നീ പുറത്തു തരണേ. വലിവാലിദയ്യ, ആരായിരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവ്? ആരായിരുന്നു? കുടുംബം എങ്ങനെയായിരുന്നു? ശിർക്കിൽ അകപ്പെട്ടു പോയി പിതാവ്. എന്നിട്ട് അത് പ്രാർത്ഥിക്കാണ്, റബ്ബന ഗഫിർലി വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് എനിക്ക് നിർത്തിയില്ല അദ്ദേഹം. വലിൽ മുഅ്മിനീൻ, വിശ്വാസികളായിട്ടുള്ള ബന്ധതാണ് പ്രിയപ്പെട്ടവര്. ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സുരുകി നമ്മൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് മനസ്സടുപ്പം വേണം, ഹൃദയ അടുപ്പം വേണം. മനസ്സിൽ പകയുണ്ടായിട്ട് കാര്യമില്ല, വിദ്വേഷം ഉണ്ടെങ്കിൽ ഇതിന് ഫലം ഉണ്ടാവില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസികളെ കുറിച്ചുള്ള ഹൃദ്യമായ സ്നേഹം, അനുകമ്പ, ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോഴാണ് പ്രാർത്ഥിക്കാൻ കഴിയുക. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ഇഷ്ടം ഉണ്ടാവുന്നത്. ഹുബ്ബുള്ള, അള്ളാഹിനോടുള്ള ഇഷ്ടം. അതുപോലെ ഹുബ്ബുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാം വിശ്വാസത്തിന്റെ പേരിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ മുഅ്മിനുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കാണാം. വലിൽ മുഅ്മിനീൻ യൗമ യഖൂമുൽ ഹിസാബ്. എവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചത്? ദുനിയാവിന്റെ സുഖം കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. യൗമ യഖൂമുൽ ഹിസാബ്, നാളെ നമ്മുടെയൊക്കെ മരണത്തിന് ശേഷം നമുക്കൊക്കെ നേരിടാനുള്ള വിചാരണ നേരിടുന്ന ദിവസത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. പരലോകത്ത് പടച്ചോനെ, അന്നേക്ക് വിചാരണ നേരിടുന്ന സന്ദർഭത്തിൽ തിന്മകളൊന്നും ബാക്കിയുണ്ടാകരുത്, എനിക്കുണ്ടാകരുത്, മാതാപിതാക്കൾക്കുണ്ടാകരുത്, പ്രിയപ്പെട്ട മുഅ്മിനുകൾക്കുണ്ടാകരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് വലിയ പാഠമുണ്ട്. ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, റബ്ബി ഹബ്ലി ഹുക്മ, പടച്ചോനെ അറിവ് തരണേ, അറിവിനെ കുറിച്ച്, ജീവിതത്തിൽ വിജ്ഞാനം നേടുന്നതിനെ കുറിച്ച്, മതപരമായ വിവരം നേടിയെടുക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ദീനിന്റെ വിജ്ഞാനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെ കുറിച്ച് അറിവ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ. റബ്ബി ഹബ്ലി ഹുക്മ വൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ എന്നെ നീ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മറ്റൊരിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ
റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൽ ലില്ലദീന കഫറൂ, പടച്ചോനെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് നീ ഞങ്ങളെ ഇരയാക്കരുതേ എന്ന്. വിശ്വാസികളല്ലാത്ത ഇസ്ലാമിക വിശ്വാസത്തെ കഠിനമായ ശത്രുതയോടുകൂടി കാണുന്ന ആൾക്കാരുണ്ടാവും. ഇസ്ലാം തകർന്നു കാണണമെന്നും ഇസ്ലാമിനെ തകർക്കണമെന്നും മുസ്ലിങ്ങളെ അരിക്കാക്കണമെന്നും ഒക്കെ കരുതിക്കൊണ്ട് സാമൂഹിക സാഹചര്യങ്ങളെ മുഴുവൻ അനുകൂലമാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത്തരം കഠിനമായ ശത്രുക്കൾക്ക് പടച്ചോനെ ഞങ്ങളെ നീ ഇരയാക്കല്ലേ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വലിയ സാഹചര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഭരണക്രമങ്ങൾ മാറി മാറി വരികയാണ്, സാഹചര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട്, റബ്ബിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ നമുക്കിതിനൊന്നും മറികടക്കാൻ കഴിയില്ല. ശിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതത്തെ ക്രമപ്പെടുത്തി വ്യക്തിവിശുദ്ധിയിലൂടെ ആരാധനകളിലൂടെ നമ്മൾ നേടുന്ന ഭക്തിയിലൂടെ ഒക്കെയാണ് നമുക്ക് ഈമാൻ നേടിയെടുക്കാൻ പറ്റുള്ളൂ, പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റുള്ളൂ. സമകാലിക സാഹചര്യങ്ങളെ കൃത്യമായി പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും അറിവുകൾ സമ്പാദിച്ചും നമ്മൾക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയേണ്ടതുണ്ട്. ആ അമുസ്ലിങ്ങളായ സത്യനിഷേധികളായ ഇസ്ലാമിനെ ശത്രുതയോടുകൂടി കാണുന്ന ആളുകൾക്ക് ഇരയായി മാറരുത് എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. ജീവിതം ക്രമപ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഫഗ്ഫിർ ലനാ, പടച്ചോനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം, പടച്ചോനെ നീ അസീസാണ്, ഹക്കീമാണ്, നിനക്കല്ലാതെ ആർക്കാണ് പാപങ്ങൾ പുറത്തു തരാൻ പറ്റുക? എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാം ചെയ്തിട്ടാണ് തവക്കുൽ ചെയ്യുന്നത്. എനിക്ക് സാധ്യമായ രൂപത്തിലൊക്കെ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തു, ഇസ്ലാമിന്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചു, ഇസ്ലാമിന്റെ തനതായ സത്യസന്ദേശത്തെ പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിൽ തന്റെ ഭാഗതയും ഒക്കെ നിർവഹിക്കുകയാണ്. എന്തൊക്കെയാണോ കൽപ്പനകൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്, ചെയ്യാൻ നിർദ്ദേശിച്ചത് എല്ലാം ചെയ്തു. വീട്ടിൽ ദഅവത്ത് നിർവഹിച്ചു, രാജ്യത്ത് ദഅവത്ത് നിർവഹിച്ചു, ഭരണാധികാരിയുടെ മുമ്പിൽ ദഅവത്ത് നിർവഹിച്ചു. ജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം എല്ലാം പറഞ്ഞു. മക്കളുടെ കാര്യത്തിൽ ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു, ഭാര്യയുടെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ഇന്ന രാജ്യത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറഞ്ഞു. എല്ലാം അല്ലാഹ് എന്തൊക്കെയാണോ കൽപ്പിച്ചത് അതൊക്കെ നിർവഹിച്ചു. നമ്മളോ അള്ളാന്റെ കൽപ്പന എന്തൊക്കെ വന്നിട്ടുണ്ട് ജീവിതത്തിലൊക്കെ പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമസ്കാരമാവട്ടെ, ഇബാദത്തുകളാവട്ടെ, അമൽ സാലിഹാത്തുകളാവട്ടെ, ഓരോരോ സന്ദർഭങ്ങളിലും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പൂർത്തീകരിക്കുക. എന്നിട്ട് ചെയ്തു കഴിഞ്ഞ ശേഷം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. നമുക്ക് നോക്കൂ, എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനേ നിവൃത്തിയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. നമ്മൾ അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ ഇടപെട്ട് നമ്മുടെ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ടൊക്കെ സഹായവും സേവനവും ചെയ്യേണ്ട സന്ദർഭമാണ്. ആ നിലക്കൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഈ തവക്കുലിനെ ഉൾക്കൊള്ളിച്ചതായി നമുക്ക് കാണാൻ കഴിയും. റബ്ബനാ അലൈക തവക്കൽനാ, റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബനാ അലൈക തവക്കൽനാ, പടച്ചോനെ ഞങ്ങളെല്ലാം നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വേറൊരു അത്താണിയില്ല പടച്ചോനെ. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ നിനക്കല്ലാതെ ആർക്കാണ് കഴിയുക നാഥ? ഞങ്ങൾ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലുമാണ്. നിന്റെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ ഇരു കരങ്ങളും നീട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ അല്ലാഹുവേ നിന്റെ സഹായം ആവശ്യമാണ്. ഞങ്ങൾക്ക് നീ നിന്റെ സഹായം വർഷിപ്പിക്കണേ. ഞങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നുണ്ട്. ശേഷം പറഞ്ഞു, വഇലൈക അനബ്നാ വഇലൈക അനബ്നാ, എല്ലാത്തിലും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, തൗബ ചെയ്ത് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് മുക്തരാവുക. എന്തെങ്കിലും ഇടപാടുകൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട് എങ്കിൽ, വിഷമഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്ദർഭങ്ങളിൽ വ്യക്തിപരമായി കുടുംബപരമായി കടന്നുപോയിട്ടുണ്ട് എങ്കിൽ, ചിലപ്പോൾ ഈ അടുത്ത ദിവസത്തിൽ നമുക്കിതൊന്നും തൗബ ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ അള്ളാഹുവിന്റെ ഖലാവും ഖദറും എന്താണെന്ന് അറിയില്ല. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ, പരസ്പരം തെറ്റി നിൽക്കുന്നവർ, കുടുംബ ബന്ധങ്ങൾ അകന്നു നിൽക്കുന്നവർ, ഇടപാടുകൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവിനോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് അള്ളാഹു ഈ ആയത്തിൽ അവസാനിപ്പിക്കുന്നുണ്ട്, വഇലൈകൽ മസീർ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. കാരണം നാളെ റബ്ബിലേക്കാണ് നിങ്ങളുടെ ഒക്കെ മടക്കം. അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നത് നമ്മൾ മറന്നു പോകരുത്. എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത്
നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഒരുപാട് മാതൃകയാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവാണ് നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യാനുള്ളത്. അള്ളാഹു ഉത്തരം നൽകുന്നവർ എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി ബമ്പിക്കൊണ്ടിരിക്കുന്നവരുടെ പ്രാർത്ഥനകളാണ് അള്ളാഹു സ്വീകരിക്കുക. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട മാറ്റത്തിരുത്തലുകൾ നിർവഹിച്ച ശേഷം അള്ളാഹുവിനോട് നമ്മളും പ്രാർത്ഥിക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ ആദ്യ ദിവസങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ ഉംറയിലും ഹജ്ജിലുമൊക്കെയാണ്. അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അവരോടും നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനൊക്കെയുള്ള മനസാന്നിധ്യവും ശാരീരികവും അതുപോലെയൊക്കെയുള്ള ആരോഗ്യപരമായ എല്ലാവിധ ആഫിയത്തിനും വേണ്ടി അവർക്ക് വേണ്ടിയും നമുക്കും പ്രാർത്ഥിക്കാം. അള്ളാഹു അവരുടെയൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് ദുൽഹിജ്ജ 9 നോമ്പാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു. ദുൽഹിജ്ജ 9 അറഫ നോമ്പ് നമ്മൾ എല്ലാവരും സാധ്യമാകുന്നവരൊക്കെ അത് നോൽക്കണം. നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെ തെറ്റുകുറ്റങ്ങൾ, വരാനിരിക്കുന്ന ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അതുമൂലം പുറത്തു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് ആ നോമ്പിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും സാധ്യമാകുന്നവരൊക്കെ അത് നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ കാലാവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് രൂപത്തിലാകുമെന്ന് നമുക്കറിയുകയുമില്ല. പെരുന്നാൾ നമസ്കാരം സാധാരണ നമ്മൾ 7 മണി 7:30 മണിക്കൊക്കെയാണ് നിർവഹിക്കാറുള്ളത്. ആളുകൾക്ക് എത്താൻ പ്രയാസമാകുമോ എന്ന് കണക്കിലെടുത്ത് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നമസ്കാരം 8 മണിക്ക് പള്ളിയിൽ വെച്ച് നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പരമാവധി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. മൈതാനത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കരിക്കാറുണ്ടായിരുന്നത്. മഴ വരുന്ന സന്ദർഭങ്ങളിൽ പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത്. നമസ്കാരത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കൽ സുന്നത്തുള്ളത് എന്നതാണ്. പള്ളിയിലേക്ക് വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കൽ സുന്നത്തുള്ളത്. ധാരാളമായി തക്ബീറുകൾ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. വ്യത്യസ്ത വഴികളിലൂടെ വരവും പോക്കുമൊക്കെ വ്യത്യസ്ത വഴികളിലൂടെ ആവുന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ പെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങൾ, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ പട്ടിണി കിടക്കാതിരിക്കണം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആരും പട്ടിണി കിടക്കുന്നില്ല എന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുലു വശ്റബു വൽബസു വതസദ്ദഖു റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഭക്ഷിക്കുക, അതുപോലെ തന്നെ കുടിക്കുക, തിന്നുക, നിങ്ങൾ വസ്ത്രമൊക്കെ ധരിക്കുക, വതസദ്ദഖു, നിങ്ങൾ ദാനധർമ്മം ചെയ്യുക, പക്ഷേ വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്റാഫ് കാണിക്കരുത് എന്ന് പ്രത്യേകം റസൂൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ജീവിതത്തെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ബലികർമ്മം നമ്മൾ ഇപ്രാവശ്യം പള്ളിയുടെ മദ്രസയുടെ കോമ്പൗണ്ടിൽ വെച്ച് തന്നെ അനുബന്ധ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തേണ്ടി വരും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം മൂടി കിടക്കുകയാണ്. ബലിമൃഗങ്ങളിലും അതുപോലെ തന്നെ ബലിയറുക്കുന്ന ദിവസവുമൊക്കെ പങ്കാളികളായവരും നമ്മുടെ മഹല്ലിലെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുകയും ആ പുണ്യകർമ്മത്തിൽ പങ്കാളികളായി എന്ത് സേവനാണോ എന്ത് ഇടപെടലാണോ നമുക്ക് ചെയ്യാനുള്ളത് അതൊക്കെ നമ്മൾ ഇടപെട്ട് ചെയ്യണം. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഒരു ഹുതുബയിൽ നമ്മൾ അത് തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നാലും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോഴത്തെ ഈ പ്രളയ സാഹചര്യം പലയിടത്തും ഉരുൾപൊട്ടിയിട്ടുണ്ട്. പലയിടത്തും നമ്മുടെ സഹായം ശാരീരികമായി എത്താൻ പറ്റുന്നവർ ആ നിലക്ക് എത്തി സഹായം നൽകാൻ സന്നദ്ധരാവണം. ചെറുപ്പക്കാരും യുവാക്കളുമൊക്കെ ആ മേഖലയിൽ കൂടുതൽ ചെയ്യാൻ കഴിയും. അവർ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ടാവും, വസ്തുക്കൾ ആവശ്യമുണ്ടാവും. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്യാമ്പുകൾ നടത്തിയിട്ടാണ് പല വീടുകളും വെള്ളത്തിനടിയിലായതുകൊണ്ട് അവിടെയൊക്കെ എത്ര തേച്ചാൽ തേയാത്ത അത്ര സേവനം ആവശ്യമുണ്ടാവും. നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന്
നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമാണ്. നമ്മളൊരു നന്മക്ക് വേണ്ടി എന്ത് ചെലവഴിച്ചാലും അള്ളാഹ് പറഞ്ഞാൽ യുവഫിയിലേക്കും അള്ളാഹ് അത് പരിപൂർണമായി പ്രതിഫലമാക്കി നമുക്ക് തിരിച്ചു തരുമെന്നതിലൊരു സംശയമില്ല. ആ നിലക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് ആ ഉപകാരപ്രദമായ മഴയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അനുഗ്രഹത്തിൻ്റെ മഴ ചോദിക്കുക. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അള്ളാഹുവിന് ഉപകാരപ്രദമായ മഴ നമുക്ക് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് അത്യാവശ്യം മഴയൊക്കെ തികഞ്ഞു എങ്കിൽ റസൂലുള്ള പറഞ്ഞു അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, പടച്ചോനെ ഞങ്ങൾക്ക് മതിയായിട്ടുണ്ട്. ചുറ്റുവട്ടങ്ങളിൽ മഴയില്ലാത്ത, മഴ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ മഴയെ കൊണ്ടുപോകണേ എന്ന് പ്രത്യേകം റസൂലുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഴ എന്ന് പറയുന്നത് ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അള്ളാഹിന്റെ റഹ്മത്തും ഫദ്ലുമാണ്. അതിൽ ഹൈറിനും ബർക്കത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദുദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവെ, വിവിധ പ്രയാസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വെള്ളത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. വലിയ വെള്ളക്കെട്ടുകൾക്ക് മീതെ പ്രയാസപ്പെട്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അതിൽ പരിക്ക് പറ്റിയവരുണ്ട്. അല്ലാഹുവെ, എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. വലിയ പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ പോരായ്മ കൊണ്ട്, ഞങ്ങളുടെ ജീവിതക്രമങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. എല്ലാവിധ പരീക്ഷങ്ങളെയും അതിജയിക്കാനുള്ള സബറും അതുപോലെ തന്നെ ഈമാനിന്റെ കരുത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ കൂടെ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവെ, അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ലാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, അല്ലാഹുവെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി വിഷമിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, പരിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് ഉംറയും ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടവരുണ്ട്. അല്ലാഹുവെ, എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് അവരുടെ നാട്ടിലേക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചെത്താനുള്ള ആഫിയത്തും തൗഫീഖും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഉംറയും ഹജ്ജും നിർവഹിക്കാൻ മനസ്സിൽ ആഗ്രഹവുമായി നടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ഒരുപാട് ആളുകളുണ്ട് നാഥ. അവരുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.